പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി തന്നെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി സൂചനകൾ. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉടനെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെയും പ്രധാനമന്ത്രിയെയും അദ്ദേഹം അറിയിച്ചതായാണ് വിവരം. കേന്ദ്രത്തിൽ മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാനാകാത്ത സാഹചര്യം ഉണ്ടെന്നും അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ. 2024 തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ BJP MP ആണ്. കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഇന്നും അതിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. അതിനു മുൻപ് 2016 മുതൽ 2022 വരെ രാജ്യസഭ അംഗമായും സുരേഷ് ഗോപി സേവനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് ഈ ഞെട്ടിക്കുന്ന ആവശ്യവുമായി സുരേഷ് ഗോപി നേതാക്കളെ സമീപിച്ചു. ഈ മാസം പകുതിയോടെ കേന്ദ്രത്തിൽ മന്ത്രിസഭ പുനഃസംഘടനയുണ്ടാകും. ഇതേ ആവശ്യം സുരേഷ് ഗോപി നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോഴും ഈ ആവശ്യം തന്നെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് വച്ചിരുന്നത്. തനിക്ക് സിനിമാ അഭിനയം തുടരണമെന്നാണ് ആഗ്രഹം. സിനിമയിലൂടെ ഒരുപാട് പണം സമ്പാദിക്കണമെന്നുണ്ട്. ഇപ്പോൾ കിട്ടിവരുന്ന നല്ല വരുമാനം ഇല്ലാതാകുന്ന അവസ്ഥയാണുള്ളത്. പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് താൻ. തന്നെ ഒന്ന് കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സദാനന്ദനെ പകരം മന്ത്രിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത MP എന്ന നിലയിൽ പാർട്ടിക്ക് തന്നോട് ഉത്തരവാദിത്തമുണ്ടാകും. ആ ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് തന്നെ കേന്ദ്രമന്ത്രി ആക്കിയത്. ആത്യന്തികമായി ഒരു മനുഷ്യനായി ജീവിക്കണം, രാഷ്ട്രീയക്കാരനായി ജീവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല. പ്രയാസങ്ങൾ മറച്ചു പിടിച്ച് ഇളിച്ചു കാണിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാകാൻ തയ്യാറല്ല. വെളുക്കെ ചിരിച്ചു കാണിക്കുമ്പോൾ അപകടത്തിലേക്ക് ചാടിക്കുന്നവരാണ് എന്നും സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു. അതേപോലെ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതോടെ ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടമാകാനാണ് സാധ്യതയെന്നും പറയുന്നു. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയിൽ അദ്ദേഹത്തിന് തന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും. പുനഃസംഘടന ഉടനെ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കുര്യനെ മധ്യപ്രദേശിൽ നിന്നും വീണ്ടും സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് 14 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുര്യന് ഇനി സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞേക്കും. മധ്യപ്രദേശിൽ ഒഴിവരുന്ന 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് തരുൺ ചൗക്കിനെയും രജനീഷ് അഗർവാളിനെയും BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശ് അടക്കം 7 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഇലക്ഷനുകളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും മനസ്സിൽ കണ്ടുള്ള അഴിച്ചുപണി കേന്ദ്ര മന്ത്രിസഭയിലും പാർട്ടിയിലും ഉടനെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് ആരാകും കേന്ദ്ര മന്ത്രിസഭയിൽ എത്തുമെന്നത് കണ്ടറിയണം. രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്റർ കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചനയും ശക്തമാണ്. അനിൽ ആന്റണിക്ക് കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം നൽകാൻ നേതൃത്വം ആലോചിച്ചതാണ്. ഇത്തവണയും അദ്ദേഹം പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം. ഈ വർഷം നടന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച കുര്യൻ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഇതേ മണ്ഡലത്തിൽ നേടിയ വോട്ടുകൾ പോലും കുര്യന് ഇത്തവണ ലഭിച്ചിരുന്നില്ല. അതേസമയം ജോർജ് കുര്യന് BJPയിൽ ഉയർന്ന സംഘടനാ പദവി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ.